എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല. എനിക്ക് വല്ലാണ്ട് ശ്വാസം മുട്ടുന്നതാണ്. അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല. ആരും എൻ്റെ പേര് നിൽക്കൂലാണ്. എനിക്കിങ്ങനെ കുറ്റം മാത്രം കേട്ടിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഓൻ ചെയ്താലും അതിന് കുറ്റം നിൽക്കുന്ന ആ സംശയവും ഓൻ ചെയ്യുന്നതിനൊന്നുമില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ല. നമ്മളെ കണ്ണ് നനയിപ്പിച്ച കാര്യമാണ് 2-3 ദിവസം മുമ്പ് നമ്മളുടെ നാട്ടിൽ നടന്നത്. അതെ, ഒരു 20 വയസ്സുകാരി ജീവിച്ചു തുടങ്ങേണ്ട പ്രായത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. കാരണം ഭർത്താവിൻ്റെ പീഡനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 20 വയസ്സുള്ള പെൺകുട്ടിക്ക് ഈ പീഡനം താങ്ങാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. ജനുവരിയിലായിരുന്നു ഇവരുടെ വിവാഹം. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് മാർച്ചിൽ ഇവർ തമ്മിൽ പ്രശ്നമാകുന്നു. ബന്ധുക്കളും ഇടപെട്ട് ഈ പ്രശ്നം തീർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വീണ്ടും ഈ കുട്ടി ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വരുന്നു. അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് വീണ്ടും പ്രശ്നങ്ങളാ തുടരുകയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ജനിച്ചിട്ട് 20 ദിവസം കല്യാണം കഴിച്ചു വിടുന്നതല്ല ചെയ്യേണ്ടത്. അവരെ എന്താ പറയുക, വീട്ടിലെ ഒരു അധിക പറ്റായിട്ട് കാണാതെ നമ്മളുടെ സ്വന്തമായിട്ട് കാണുക. അവർ പഠിക്കുന്നത്രയും പഠിക്കട്ടെ, അവർ പാറി പറന്ന് നടക്കട്ടെ. കള്ളും മയക്കുമരുന്നും അടിച്ച് നടക്കുന്നവന് പെണ്ണ് കിട്ടും. നല്ല മാന്യമായിട്ട് കുടുംബം പുലർത്തുന്ന ഒരു ആണിന് പെണ്ണില്ല.